ശംബാല ബ്രേസ്ലെറ്റ്. മാക്രമി നോട്ട്സ്, മുത്ത് എന്നിവ ഉപയോഗിച്ച് ബ്രേസ്ലെറ്റ് നിർമ്മിക്കുന്ന രീതിയാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഇവയെ ശംബാല ബ്രേസ്ലെറ്റ് എന്നാണ് വിളിക്കുന്നത്. കൂടാതെ യുവാക്കൾക്കിടയിൽ ഇവയ്ക്ക് വളരെയധികം പ്രചാരവുമുണ്ട്. അവയെ ഫ്രണ്ട്ഷിപ്പ് ബാൻഡുകളായി ധരിക്കാറുണ്ട്. അവ നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് നമുക്കിന്ന് പഠിക്കാം. നമുക്ക് തുടങ്ങാം. ലക്ഷ്യങ്ങൾ. ഈ പാഠാവസാനം നിങ്ങൾ താഴെ പറയുന്ന കാര്യങ്ങൾ പഠിക്കുന്നതാണ്. ശംബാല ബ്രേസ്ലെറ്റ് നിർമ്മിക്കുന്നതിനാവശ്യമുള്ള ഉപകരണങ്ങളും വസ്തുക്കളും തിരിച്ചറിയുക. ശംബാല ബ്രേസ്ലെറ്റ് നിർമ്മിക്കുന്ന വിധം. ശംബാല ബ്രേസ്ലെറ്റ് നിർമ്മിക്കുന്നതിന് ഒരു കത്രിക മാത്രം മതിയാകും. ശംബാല ബ്രേസ്ലെറ്റ് നിർമ്മിക്കുന്നതിനാവശ്യമുള്ള വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അവ താഴെ കൊടുക്കുന്നു. സിൽക്ക് ചരട്, വലിയ ദ്വാരങ്ങളുള്ള സ്റ്റീൽ മുത്തുകൾ, പശ, സെല്ലോ ടേപ്പ്, ബീഡിംഗ് മാറ്റ്. നടപടി 1. ബീഡിംഗ് മാറ്റ് വിരിക്കുക. ആദ്യം തന്നെ മേശയിൽ ബീഡിംഗ് മാറ്റ് വിരിക്കുക. നടപടി 2. 2 സിൽക്ക് ചരടുകൾ എടുത്ത് ഇംഗ്ലീഷിലെ ടി ആകൃതിയിൽ ബീഡിംഗ് മാറ്റിൽ ഒട്ടിക്കുക. 20 ഇഞ്ച് നീളത്തിൽ സിൽക്ക് ചരട് മുറിക്കുക. ഇഞ്ച് സിൽക്ക് ചരട് ഉപയോഗിച്ച് ആ പോയിന്റിൽ ഒരു സെല്ലോ ടേപ്പ് വെച്ച് സിൽക്ക് ചരട് മാറ്റിൽ ഒട്ടിക്കുക. ഇനി 40 ഇഞ്ച് നീളത്തിൽ സിൽക്ക് ചരട് മുറിക്കുക. ആ ചരടിന്റെ മധ്യഭാഗം എടുത്ത് ഒട്ടിച്ചിരിക്കുന്ന ചരടിൽ സെല്ലോ ടേപ്പിന് അടുത്തായി മുറുക്കാതെ ഒരു കെട്ടിടുക. ഇപ്പോൾ ടി രൂപത്തിലുള്ള യോജിപ്പിച്ച 2 സിൽക്ക് ചരടുകൾ ഉണ്ട്. ഒരെണ്ണം കുത്തനെയും ഒരെണ്ണം സമാന്തരമായതുമാണ്. നടപടി 3. മാക്രമി നോട്ട് മാതൃക നിർമ്മിക്കുക. കുത്തനെയുള്ള ചരട് സമാന്തരമായ ചരടിനെ 2 ഭാഗങ്ങളായി വിഭജിക്കുന്നു. മാക്രമി നോട്ട് മാതൃക നിർമ്മിക്കുന്നതിന് സമാന്തരമായ ഈ 2 ചരടുകൾ നമുക്ക് ഉപയോഗിക്കാം. സമാന്തരമായ ചരടിന്റെ ഇടതുഭാഗം എടുത്ത് കുത്തനെയുള്ള ചരടിൽ ഇംഗ്ലീഷിലെ യു രൂപത്തിൽ വയ്ക്കുക. ഇനി സമാന്തരമായ ചരടിന്റെ വലതുഭാഗം എടുത്ത് സമാന്തരമായ ചരടും കുത്തനെയുള്ള ചരടും യോജിക്കുന്ന പോയിന്റിന്റെ അടിയിലൂടെ എടുത്ത് യു രൂപത്തിലുള്ള ലൂപ്പിലൂടെ പുറത്തേക്കെടുക്കുക. ഈ നോട്ടിനെ മുറുക്കുക. വലതുഭാഗത്തും ഇതേ നടപടി ആവർത്തിക്കുക. ഇപ്പോൾ ഒരു മാക്രമി നോട്ട് തയ്യാറായിരിക്കുന്നു. അതുപോലത്തെ 10 മാക്രമി നോട്ടുകൾ ഉണ്ടാക്കുക. കുത്തനെയുള്ള ചരടിൽ ഒരു സ്റ്റീൽ മുത്ത് കോർക്കുക. 4 മാക്രമി നോട്ടുകൾ കൂടി നിർമ്മിക്കുക. ഏതു ഭാഗത്തു നിന്ന് തുടങ്ങണം എന്ന ഒരു സംശയം ഈ സമയത്ത് വരാൻ സാധ്യതയുണ്ട്. പേടിക്കേണ്ട, ഇത് വളരെ എളുപ്പമുള്ളതാണ്. കുരുക്കിന്റെ അടിയിലൂടെ ഏതു ഭാഗത്തു നിന്നാണോ ചരട് വരുന്നത് ആ ഭാഗത്താണ് യു രൂപത്തിലുള്ള ലൂപ്പ് നിർമ്മിക്കേണ്ടത്. നടപടി 4. ഒരു സ്റ്റീൽ മുത്തിന്റെയും 4 മാക്രമി നോട്ടുകളുടെയും ഒരു മാതൃക നിർമ്മിക്കുക. 4 മാക്രമി നോട്ടുകൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റീൽ മുത്തിനെ കുത്തനെയുള്ള ചരടിലൂടെ കടത്തുക. ഇനി വീണ്ടും 4 മാക്രമി നോട്ടുകൾ നിർമ്മിക്കുക. ഒരു സ്റ്റീൽ മുത്ത് 4 മാക്രമി നോട്ടുകൾ എന്ന രീതിയിൽ ബ്രേസ്ലെറ്റിൽ 5 സ്റ്റീൽ മുത്തുകൾ വരുന്നതുവരെ കോർക്കുക. എത്ര മുത്തുകൾ ഉപയോഗിച്ചും വിവിധ നിറത്തിലുള്ള ചരടുകൾ ഉപയോഗിച്ചും ശംബാല ബ്രേസ്ലെറ്റ് നിർമ്മിക്കാവുന്നതാണ്. നടപടി 5.
10 മാക്രമി നോട്ടുകൾ കൂടി നിർമ്മിക്കുക. ഇത് കഴിഞ്ഞാൽ ഇതേ മാതൃകയിൽ 10 മാക്രമി നോട്ടുകൾ കൂടി നിർമ്മിച്ച് മാതൃക പൂർത്തിയാക്കുക. നടപടി 6. അവസാനത്തെ നോട്ടിൽ പശ തേച്ച് അധികമുള്ള ചരടിനെ മുറിച്ചു കളയുക. അവസാനത്തെ മാക്രമി നോട്ടിൽ പശ തേക്കുക. അധികമുള്ള സമാന്തര ചരടിനെ 2 വശത്തു നിന്നും മുറിച്ചു കളയുക. കുത്തനെയുള്ള ചരടിനെ തുടക്കത്തിൽ 6 ഇഞ്ച് മാറ്റി വെച്ചതുപോലെ വീണ്ടും വയ്ക്കുക. ആ പോയിന്റിൽ വെച്ച് കുത്തനെയുള്ള ചരടിന്റെ അധികമുള്ള ഭാഗം മുറിച്ചു കളയുക. നടപടി 7. കുത്തനെയുള്ള വയറിന്റെ അറ്റങ്ങളെ പരസ്പരം മുകളിലൂടെ കടത്തി ഒരു വൃത്തമാക്കുക. ഇനി കുത്തനെയുള്ള വയറിന്റെ അറ്റങ്ങളെ പരസ്പരം മുകളിലൂടെ കടത്തി ഒരു വൃത്തമാക്കുക. നടപടി 8. മാക്രമി നോട്ടുകൾ ഉപയോഗിച്ച് ക്രമീകരിക്കാവുന്ന ബാൻഡ് നിർമ്മിക്കുക. 12 ഇഞ്ച് നീളത്തിൽ സിൽക്ക് ചരട് മുറിക്കുക. 12 ഇഞ്ച് സിൽക്ക് ചരടിനെ പരസ്പരം മുകളിലൂടെ കടത്തിയിരിക്കുന്ന കുത്തനെയുള്ള ചരടിന്റെ മുകളിൽ വെച്ച ശേഷം നേരത്തെ നിർമ്മിച്ച മാക്രമി നോട്ടുകളിൽ നിന്നും 1 ഇഞ്ച് മാറി സമാന്തരമായ വയറിന്റെ 2 അറ്റങ്ങളെയും മുറുക്കാതെ കെട്ടുക. നേരത്തെ നിർമ്മിച്ച മാക്രമി നോട്ടുകളുടെ രീതിയിൽ 12 മാക്രമി നോട്ടുകൾ കൂടി നിർമ്മിക്കുക. മാക്രമി നോട്ടിൽ അല്പം പശ തേക്കുക. രണ്ടു വശത്തും അധികമുള്ള സമാന്തര ചരടുകളെ മുറിച്ചു കളയുക. നടപടി 9. കുത്തനെയുള്ള ചരടിൽ സ്റ്റീൽ മുത്ത് അധികം മുറുക്കാതെ കെട്ടിയ ശേഷം അതിൽ പശ തേക്കുക. ഇനി ഒരു സ്റ്റീൽ മുത്തെടുത്ത് കുത്തനെയുള്ള ചരടിൽ കോർത്ത ശേഷം 1 ഇഞ്ച് വിട്ട് 2 നോട്ടുകൾ ഇടുക. നോട്ടിൽ അല്പം പശ ഇടുക. അധികമുള്ള സിൽക്ക് ചരട് മുറിച്ചു കളയുക. കുത്തനെയുള്ള ചരടിന്റെ മറുഭാഗത്തും ഇതേ നടപടികൾ ആവർത്തിക്കുക. ഇങ്ങനെയാണ് വലുപ്പത്തിനനുസരിച്ച് ബ്രേസ്ലെറ്റിനെ ക്രമീകരിക്കുന്നത്. ഇതോടെ ഈ അധ്യായം അവസാനിച്ചിരിക്കുന്നു. പഠിച്ച കാര്യങ്ങൾ നമുക്ക് നോക്കാം. ശംബാല ബ്രേസ്ലെറ്റ് നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നു. ഇതിനാവശ്യം വന്ന നടപടികളെ നമുക്ക് അവലോകനം ചെയ്യാം. നടപടി 1. ബീഡിംഗ് മാറ്റ് വിരിക്കുക. നടപടി 2. 2 സിൽക്ക് ചരടുകൾ എടുത്ത് ഇംഗ്ലീഷിലെ ടി ആകൃതിയിൽ ബീഡിംഗ് മാറ്റിൽ ഒട്ടിക്കുക. നടപടി 3. മാക്രമി നോട്ട് മാതൃക നിർമ്മിക്കുക. നടപടി 4. ഒരു സ്റ്റീൽ മുത്തിന്റെയും 4 മാക്രമി നോട്ടുകളുടെയും ഒരു മാതൃക നിർമ്മിക്കുക. നടപടി 5. 10 മാക്രമി നോട്ടുകൾ കൂടി നിർമ്മിക്കുക. നടപടി 6. അവസാനത്തെ നോട്ടിൽ പശ തേച്ച് അധികമുള്ള ചരടിനെ മുറിച്ചു കളയുക. നടപടി 7. കുത്തനെയുള്ള വയറിന്റെ അറ്റങ്ങളെ പരസ്പരം മുകളിലൂടെ കടത്തി ഒരു വൃത്തമാക്കുക. നടപടി 8. മാക്രമി നോട്ടുകൾ ഉപയോഗിച്ച് ക്രമീകരിക്കാവുന്ന ബാൻഡ് നിർമ്മിക്കുക. നടപടി 9. കുത്തനെയുള്ള ചരടിൽ സ്റ്റീൽ മുത്ത് അധികം മുറുക്കാതെ കെട്ടിയ ശേഷം അതിൽ പശ തേക്കുക. ശംബാല ബ്രേസ്ലെറ്റ് നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ പഠിച്ചിരിക്കുന്നു. നന്ദി.